എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അനിമോളെക്കുറിച്ചാണ്. അനിമോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസും പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇപ്പോൾ അനിമോളും ഭർത്താവും തന്നെ മറുപടി കൊടുത്തേക്കുവാണ്. അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ മൊത്തത്തിൽ എന്താണെന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. കുറേയധികം പേർക്കെങ്കിലും ഈ ഒരു ടോപ്പിക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം. പക്ഷേ ലേറ്റസ്റ്റായിട്ട് അനിമോൾ ഇതിനെല്ലാം ഒരു മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് കുറേയധികം എതിർപ്പും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് സ്വാഭാവികമായിട്ട്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ബാക്കി ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കുക. ഇനി ടോപ്പിക്കിലേക്ക് പോകാം. 2-3 ദിവസം മുമ്പായിരുന്നു ഇത് കണക്ക് അനിമോൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ മനസ്സിലാവുന്നത്. പെട്ടെന്നായിരുന്നു അനിമോളുടെ കല്യാണം. ഇത് കണക്ക് കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അനിമോൾ അത് സമ്മതിക്കൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അതിന് ദിവസം മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് വേറൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കണക്ക് കല്യാണമൊക്കെ കഴിക്കുന്നുണ്ടോ, എന്താണ് പ്ലാനിങ് എന്നൊക്കെ ചോദിച്ച സമയത്ത് അനിമോൾ പറയുന്നുണ്ട് വീട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പിന്നെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കാണുമ്പോഴും എൻ്റെ ചേച്ചി അതുപോലെ തന്നെ അളിയൻ അവർ തമ്മിലുള്ള ഒരു ഇഷ്ടമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നുള്ളത്. ഉറപ്പായിട്ടും കല്യാണം കഴിക്കും. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിമോൾ ഇത് കള്ളം പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ, എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ കള്ളം പറയുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേയധികം പേരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നത് ഇൻ്റർവ്യൂവിൽ കള്ളം പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ നിങ്ങളോടുള്ള സ്നേഹത്തിന് നിങ്ങൾ ഭയങ്കരമായിട്ട് വാല്യൂ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ളോ അനിമോളെ എന്നൊക്കെ ചോദിച്ചിട്ട് നെഗറ്റീവ് കമൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പേഴ്സണലി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് കണക്ക് അനിമോൾ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്പലത്തിലൊക്കെ വെച്ചാണ്, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ദിവസം കുറേയധികം ഓൺലൈൻ മീഡിയാസും ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ ചെല്ലും. ഒന്നാമതേ അവരെ കുടുംബം ആ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം അത് കറക്റ്റ് സമയത്ത് നടത്തണം, അവിടെ എല്ലാവരും ചെല്ലണം എന്നുള്ളതൊക്കെ. അതിൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി ഈ ക്യാമറയും പൊക്കി പിടിച്ച് ഇവരെ കൂടെ ചെല്ലുക. പിന്നെ അവിടെ വരുന്നവരെ ബന്ധുക്കൾക്ക് ചിലപ്പോൾ അതൊന്നും അവർക്ക് ആ ഒരു ക്യാമറയൊന്നും പരിചയം ഉണ്ടാവണമെന്നില്ല. അവർക്കിതൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ ഈ ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ചിലപ്പോൾ അത് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കത്തില്ല. ഇതേ കണക്ക് ക്യാമറാസും കാര്യങ്ങളൊക്കെ വന്ന് അവർ ലൈഫ് അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ ഇത് കണക്ക് കുളമാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ അനുമോക്കും കാണാം. കാരണം ഭയങ്കര പ്ലാനിങ് ചെയ്ത് ആരുടെ അടുത്തും പറയാഞ്ഞത് അതുകൊണ്ടായിരിക്കാം. അതൊരിക്കലും ഭയങ്കര തെറ്റാണ്. അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നും വാല്യൂ ചെയ്തില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന അനിമോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒന്നും വാല്യൂ ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നതിനോടൊന്നും ഞാൻ വലുതായിട്ടൊന്നും യോജിക്കുന്നില്ല. കാരണം അത് ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ദിവസം ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നടന്നു പോകണമെന്നേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. അത് അനിമോളും ചിന്തിച്ചു. അനിമോൾ അതേ കണക്ക് അത് ചെയ്യുകയും ചെയ്തു. പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരാണ് ഈ ഒരു കല്യാണം കഴിച്ച വ്യക്തി എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ. അനിമോൾ തന്നെ അനിമോളുടെ യൂട്യൂബ് ചാനലിൽ കൂടാണ് പല വീഡിയോസും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് കല്യാണത്തിൻ്റെയും. അതിന് ശേഷം ഇവർ ഒരുമിച്ചിരുന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് യൂട്യൂബിൽ സ്വന്തം ചാനലിൽ തന്നെ അനിമോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ആൾക്കാരോടുണ്ടെങ്കിൽ ഈ ഒരു അനിമോളെ സ്നേഹിക്കുന്നവരോട് അനിമോൾക്ക് സ്നേഹമില്ല എന്നുള്ള രീതിയിൽ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലാണ് ഈ ഒരു ചെറുക്കൻ്റെയും ഈ ഒരു അനിമോളുടെയും പേരും പറഞ്ഞ് വേറൊരു രീതിയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പയ്യൻ ഭുവനേഷ് എന്നാണ് പയ്യൻ്റെ പേര്. ഈ ഒരു പയ്യൻ തമിഴനാണ്. അപ്പോൾ അത് അടുത്തൊരു പ്രശ്നം. അതും കേരളത്തിൽ വേറെ ആരെയൊന്നും കെട്ടാനൊന്നും ഇല്ലായിരുന്നു, തമിഴ്നാട്ടിൽ പോയി തന്നെ കെട്ടണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടായിരുന്നു അടുത്ത ഒരു പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തമിഴ്നാട് വലിയ പൈസക്കാരനാണെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയൊക്കെയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് അനിമോൾക്കെതിരെ അടുത്ത രീതി കുറേയധികം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അനിമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ ആശംസയൊക്കെ അറിയിച്ചുകൊണ്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറേയധികം പേര് കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇത് കണക്ക് തമിഴിനാണെന്നല്ലോ, ഇവിടെ ഒന്നും കണ്ടില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് അങ്ങനെയും കുറേ കമൻസ് ഇടാൻ തുടങ്ങി. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തമിഴിനോ തെലുങ്കിനോ ആരോ ആവട്ടെ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷമാണല്ലോ അവർ കല്യാണം കഴിക്കുന്നത്. അത് തമിഴായാലും ആരായാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഒത്തുചേർന്ന് ജീവിക്കാൻ പറ്റിയ മതി എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ പണമുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ കുറേയധികം പേര്.
പിന്നെ അനുമോൾക്ക് ആവശ്യത്തിനധികം ക്യാഷൊക്കെ ഉണ്ടല്ലോ, അനുമോൾക്ക് ആരുടെയും പൈസയുടെ ആവശ്യമൊന്നുമില്ല. അനുമോൾ പണ്ട് തൊട്ടേ സമ്പാദിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ഒരാളുടെ പൈസ കിട്ടിയിട്ട് വേണ്ട അനുമോൾക്ക് ജീവിക്കാനുള്ളത്. പിന്നെ ബിഗ് ബോസൊക്കെ ജയിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആവശ്യമില്ലാതെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ പല കുറ്റങ്ങളും അനുമോൾക്കെതിരെ വെക്കാൻ നിങ്ങൾക്ക് കാണും. എന്തായാലും അതിന് പകരം നിങ്ങൾ ആ ഒരു കുട്ടിയുടെ അന്നത്തെ നല്ല ദിവസമാണ്, അപ്പോൾ അന്ന് നമ്മൾ ആശംസിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനെ വിട്ടിട്ട് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിന് ശേഷം മെയിനായിട്ട് വന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രായം തമ്മിൽ ഉള്ളത് വെച്ചിട്ടാണ് അടുത്ത നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അനുമോൾക്ക് ഉണ്ടെങ്കിൽ 30 വയസ്സ് ഏതാണ്ടാണെന്ന് തോന്നി. ഈ ഒരു പയ്യൻ ഭുവനേഷ് എന്ന് പറഞ്ഞ ഈ ഒരു പയ്യന് 27 വയസ്സുമാണ്. ഇതാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ചെറുപ്പക്കാരനെയൊക്കെയാണോ അനുമോൾ കല്യാണം കഴിച്ചത്, അവൻ്റെ ഭാവി തൊലച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പ്രായം കുറഞ്ഞ പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാളെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിരിയും, ഇപ്പം കാണുന്ന സ്നേഹമൊക്കെ അപ്പോഴും കാണത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ കുറേയധികം കൂട്ടുകാരുണ്ടെങ്കിൽ കമൻസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണ്ട, ഇത് കിട്ടിയപ്പോൾ പ്രായത്തിൻ്റെ കാര്യം കിട്ടിയപ്പോൾ അങ്ങനെ കുറേയധികം പേര് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അതിൽ എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതമാണ്. അവർക്ക് ആ ഒരു പ്രായങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, സ്നേഹമുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കുടുംബക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആണ് ഇവർ കല്യാണം കഴിച്ചത്. അവർക്ക് പ്രായത്തിലൊന്നും കുഴപ്പമില്ലാത്ത പ്രശ്നം എന്തിനാണ് നിങ്ങൾക്കെന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രായത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇതിൽ കുറ്റം പറയാമെന്നുള്ളൊരു അവസ്ഥയിലാണ് കുറേയധികം പേര് കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി അനുമോളും ആ ഒരു ഭർത്താവും ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് കുറേയധികം പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് അനുമോൾ തന്നെ ആ ഒരു കമൻസിൽ മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോളൊക്കെ തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഞങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കുറേയധികം പേര് ആവശ്യമില്ലാതെ കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരോട് പറയാനുള്ളത് ആവശ്യമില്ലാതെ കമൻ്റ് ഇടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത പ്രശ്നം അനുമോളുടെ എന്ന് പറഞ്ഞാൽ അനുമോളും തങ്കച്ചും വിതുരയുടെയും കുറേയധികം പേര്, അതായത് സ്റ്റാർ മാജിക് എല്ലാവരും കണ്ടിട്ടുള്ള ഒരുവിധം ഷോ ആയിരിക്കും. അനുമോൾ അതിലൂടെയാണ് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ വലിയൊരു കലാകാരനാണ് തങ്കച്ചൻ വിതുര എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ ഒരു അനുമോളും അതിനകത്ത് കുറച്ച് ലവ് പോലത്തുള്ള രീതിയിലൊക്കെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുറേയധികം പേരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ ചിലവരുണ്ടെങ്കിൽ അത് വെറും ഒരു റിയാലിറ്റി ഷോ ആണെന്നും യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊന്നും മനസ്സിലാക്കാൻ ചിലവർക്ക് പറ്റുന്നുണ്ടായിരിക്കത്തില്ല. ചിലവരിങ്ങനെയൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നീ തങ്കച്ചനെ കളഞ്ഞല്ലേ, തങ്കച്ചൻ്റെ ശാപം നിനക്ക് കിട്ടും, അവനെ ചതിച്ചല്ലോ, എന്ത് സ്നേഹത്തോടെ നീ അവൻ്റെ അടുത്ത് സംസാരിച്ചത്, ഇപ്പം ഒരു ചെറുപ്പക്കാരനെ കിട്ടിയപ്പോൾ നിനക്ക് അവനെ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം പേര് കമൻസ് ഇടാൻ തുടങ്ങി. എനിക്ക് ഇവരോടത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് റിയാലിറ്റി ഷോയും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അതിനകത്തിപ്പം ഡയറക്ടറൊക്കെ പറയും ഇതേ കണക്കൊക്കെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അഭിനയിക്കും, അതവരെ തൊഴിലാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ യഥാർത്ഥത്തിൽ ഇഷ്ടമാണെന്നൊന്നും അല്ല. ഇവർ അനുമോളും അതുപോലെ തന്നെ തങ്കച്ചനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഇതാ ഒരു ഷോയ്ക്ക് വേണ്ടിയാണെന്ന്. ഇതൊക്കെ തങ്കച്ചൻ തന്നെ കേട്ടാൽ തന്നെ ചിരിച്ച് കളയും, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തങ്കച്ചൻ ഇത് വിഷമാവും, തങ്കച്ചന് ശാപം നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കണക്ക് നല്ലൊരു ദിവസം ആൾക്കാർ ഇതുപോലെ ശാപവാക്കൊക്കെ പറയുന്നത് നമുക്ക് ഒട്ടും ശരിയായിട്ട് ചേരുന്നതായിട്ട് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു നല്ലത് പറയാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതിന് പകരം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. ആദ്യമേ തമിഴനാണ്, പിന്നെ വയസ്സിൻ്റെ കാര്യം, പിന്നെ ഉണ്ടെങ്കിൽ തങ്കച്ചൻ വിതുരയുടെ കാര്യമൊക്കെ എടുത്തിടുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയുവാണ്, ഇത് റിയാലിറ്റി ഷോയാണ്. ആ റിയാലിറ്റി ഷോയിൽ ഈ ഡയറക്ടറൊക്കെ പറയുന്ന കണക്കാണ് ഇവർ കേൾക്കുന്നത്. അല്ലാതെ ഇവർ തമ്മിൽ അങ്ങനെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് മനസ്സിലാക്കുക, നിങ്ങൾക്കതെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിനകത്ത് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. നീ ഉണ്ടെങ്കിൽ അനീഷിനെ തേച്ചില്ലയോ, ആ ഒരു ബിഗ് ബോസിൽ നിന്ന സമയത്തുണ്ടെങ്കിൽ അനുമോളുണ്ടെങ്കിൽ അനീഷിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അത് അനീഷിനെ ഭയങ്കരമായിട്ട് വിചാരിച്ചിട്ട് വെളിയിലൊക്കെ വന്ന് കല്യാണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നീട് നീ ഉണ്ടെങ്കിൽ അവനെ ചതിച്ചു, അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണല്ലേ, ഈ പ്രായം കുറഞ്ഞവന് വേണ്ടിയിട്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂട്ടത്തിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അനുമോൾ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടില്ല എനിക്കുണ്ടെങ്കിൽ അനീഷിനെ ഇഷ്ടമാണ് എന്നുള്ളത്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ
കാണിച്ചു തരുവാണെങ്കിൽ നമ്മൾ സമ്മതിക്കും. അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ അനുമോളുടെ പെരുമാറ്റത്തിൽ അങ്ങനെ അനീഷിന് തോന്നിയതാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുമോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ചതിച്ചെന്ന് പറയണമെങ്കിൽ നമുക്കതിനെ സമ്മതിക്കാവുന്ന കാര്യമാണ്. അതിന് പകരം ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അനീഷ് ഏതോ കുറേ നാളായിട്ട് ഇത് കണക്ക് ഈ ഒരു അനുമോളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും അനുമോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതേ കണക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോൾ അത് ക്ലിയറായിട്ട് പറഞ്ഞു. എന്നിട്ട് പോലും ആൾക്കാർക്ക് അത് സമ്മതിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരടുത്ത് പറയുക, നിങ്ങളുടെ ആവശ്യമില്ലാതെ ഇത് കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ, ആ ഒരു കുട്ടിയും ആ ഒരു വ്യക്തിയും ഭുവനേഷ് എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. എന്തിനാണ് ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനൊക്കെ അനുമോൾ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിട്ട് കേൾക്കാം. ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു കല്യാണത്തിന് കുറേയധികം പേര് ആശംസിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അനുമോൾ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി എന്നുള്ളൊരു കാര്യം. ഭർത്താവ് ഉണ്ടെങ്കിൽ തമിഴ് മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടും ഇത് കണക്ക് ആൾക്കാർ ആശംസ പറയുന്നുണ്ട്. അപ്പോൾ അതിന് താങ്കളുടെ മറുപടി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ആ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് അനുമോളും അതുപോലെ തന്നെ ഈ ഒരു ഭുവനേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നല്ല രീതിയിൽ ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഓണം കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നാണ് അനുമോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് കയറുന്നത്. കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഞങ്ങളുടെ പ്രായത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുറേയധികം പേരൊക്കെ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, അത് ഞങ്ങൾക്കതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലായിരുന്നു അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവരും ആ ഒരു കാര്യത്തിൽ തന്നെ എടുക്കണം. കാരണം അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രായത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഓരോരുത്തരും കമൻ്റ് ഇടുന്നു, അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമല്ല എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാവും, അവർ തമ്മിൽ ഇഷ്ടമാണ്, അതുകൊണ്ട് കല്യാണം കഴിച്ചു, അത്രയും തന്നെ. പിന്നെ അനുമോൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഇതേ കണക്ക് കല്യാണത്തിന് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ചില പോസ്റ്റുകളൊക്കെ എന്നെ ആ ഒരു കല്യാണത്തിനെ പറ്റി വിശദീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം ഉണ്ടെങ്കിൽ തംബ്നെയിലായിട്ടൊക്കെ വെച്ചിട്ടുള്ളത് എൻ്റെയും വേറൊരാളുടെ ഫോട്ടോ കൂടിയാണ് വെച്ചേക്കുന്നത്. എന്നാൽ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭുവനേഷുമായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ഇതുപോലത്തുള്ള ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ഇനി ഞാൻ പരാതി കൊടുക്കുമെന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതും ഈ ഒരു അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. അപ്പം ചിലവർ ഈ തങ്കച്ചൻ വിതുരയുടെ അനീഷിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതേ കണക്ക് അനുമോളുടെ ആ ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. അത് അനുമോൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. അനുമോൾ തന്നെ പറയുന്നുണ്ട് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നുള്ളത്. അതങ്ങനെ തന്നെ ചെയ്യണം. ആവശ്യമില്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പോസ്റ്റൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചില ഈ ഒരു അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, തങ്കച്ചനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അവരിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തുള്ള അനുമോൾക്കെതിരെയാണ് ഒരു നല്ല ദിവസം കല്യാണ ദിവസമൊക്കെ ആയ സമയത്ത് ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അനുമോൾ പറഞ്ഞ കണക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ കുറേയധികം ഫേസ്ബുക്കിൽ വന്ന കമൻസിനെ കുറിച്ചൊക്കെയാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയധികം കമൻസ് ഫേസ്ബുക്കിൽ വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്കും ഭർത്താവിനും എതിരെയൊക്കെ നെഗറ്റീവ് കമൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തമിഴനാണ്, അപ്പോൾ ഇവിടെ കാശിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചേക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കല്യാണം കഴിച്ചത് കാശിന് വേണ്ടിയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ആ ഒരു വ്യക്തിയുടെ നമ്പരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വിളിച്ച് ഞാനുണ്ടെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കലക്കിയെന്ന് തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനത്തെ ഉള്ളവന്മാർക്കൊക്കെ കറക്റ്റായിട്ട് നമ്പരും കിട്ടിയോണ്ട് വിളിച്ച് കാര്യമായിട്ട് പറഞ്ഞത് നന്നായി. പിന്നെ കുറേയധികം പേരുണ്ട് ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കമൻ്റ് ഇടും, നെഗറ്റീവ് കമൻറ്റ്സ് ഇടും. ഇവന്മാരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നും കുറച്ച് അവർക്കൊരു അഹങ്കാരമുണ്ട്. വിചാരിച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ എല്ലാം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ സൈബർ ടീമുണ്ടല്ലോ, അവരെ അടുത്ത് പോയി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി സൈബറിൽ. അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ കുറച്ച് മെനക്കെടണം. എന്നാൽ പോലും ഇവന്മാരെയൊക്കെ പിടിച്ചുണ്ടെങ്കിൽ നാലൊന്ന് പറയാവുന്നതേ ഉള്ളൂ. കാരണം ഇവന്മാരെയൊക്കെ ഒന്ന് വിരട്ടി വിട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവന്മാരെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഫേക്ക് ഐ ഡി വന്നു കഴിഞ്ഞാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും ആരെ പറ്റിയും പറയാം എന്നുള്ള രീതിയിലാണ്. എന്തായാലും അനുമോൾ ആ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞവർക്ക് വിളിച്ച് തന്നെ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തതിന് നന്നായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ കുറേയധികം പേർക്കും കൂടി കൊടുക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും ഇതൊക്കെയായിരുന്നു അനുമോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മെയിനായിട്ട് നെഗറ്റീവ് കമൻസിനെ കുറിച്ചൊക്കെ.
അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം ഇതേ കണക്ക് അനിമോൾ പറഞ്ഞതിനോട് ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. അനിമോൾ പറഞ്ഞത് തന്നെയാണ് ശരി. അനിമോളുടെ ഭാഗത്ത് തന്നെയാണ് ശരി. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിനെ ഇനി അനിമോൾക്കെതിരെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് പറയാതിരിക്കുക. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ നല്ലോണം ജീവിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ കുറേയധികം പേര് നിങ്ങൾ പിരിഞ്ഞു പോകുന്നൊക്കെ അങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്? എല്ലാവരും കല്യാണം കഴിക്കുന്നത് വർഷങ്ങളിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഇതുപോലെ ആൾക്കാർ കമൻറ്റ് ഇടുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അനിമോളുടെ പോസ്റ്റോ വീഡിയോസോ ഒന്നും കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോവോ. അതിന് പകരം കണ്ടിട്ട് വന്നിരുന്ന കമൻറ്റ് ഇടേണ്ട ആവശ്യം ഇങ്ങനെ മോശമായിട്ട് ഇടേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അനിമോൾക്കും ഭർത്താവിനും നല്ല ഒരു ജീവിതമാണ് ഞാനും ആശംസിക്കുന്നത്. നല്ല രീതിയിലെല്ലാം പോട്ടെ. ഈ കേൾക്കുന്ന കമൻറ്റ്സ് നെഗറ്റീവായിട്ട് വരുന്നതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അത് എടുക്കത്തില്ലെന്ന് എനിക്കും അറിയാം. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഈ ഒരു ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അനിമോളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിർപ്പാണോ? അതായത് അവർ പറഞ്ഞ കാര്യങ്ങളെ എതിർത്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. എല്ലാം നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട്, ഇത് ശരിയായിട്ടില്ല, ഇന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് മാന്യമായിട്ട് പറയുക. അതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക.